ശ്രീ മീനാക്ഷി സുന്ദരേശ്വരസ്വാമി ക്ഷേത്ര ജീർണോദ്ധാരണ അഷ്ടബന്ധന മഹാകുംഭാഭിഷേക പ്രവർത്തനത്തോടനുബന്ധിച്ച് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെയും മീനാക്ഷി ക്ഷേത്രത്തിന്റെ നടപ്പുര നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഇന്ന് കാലത്ത് 10:30 മുതൽ 11:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്നു. പ്രസ്തുത ക്ഷേത്രം ശില്പിയും എഞ്ചിനീയറുമായ മഹേഷ് ചെർപ്പുളശ്ശേരി മുഖ്യ കാർമഹത്വം വഹിച്ചു. മുഖ്യ സാന്നിധ്യമായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ പാലക്കാട് മലപ്പുറം കോർഡിനേറ്റർ സിസ്റ്റർ മീനാബഹൻ ചടങ്ങിൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ കുമാരി വിസ്മയെ, കുംഭാഭിഷേകം കമ്മിറ്റി പ്രസിഡന്റ് സി മണിമാരൻ, കണ്ണൻ പേച്ചിയപ്പ എന്നിവർ പങ്കെടുത്തു. നിരവധി ഭക്തജനങ്ങൾ പങ്കുചേർന്നു. ശില ആദ്യത്തെ വെക്കുന്നതിനോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് കൊണ്ടുവരണം ശുഭസങ്കല്പങ്ങളുടെ ശില എല്ലാവരും സ്ഥാപിക്കണം. ഇതൊരു പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ ഉത്തരവാദിത്തമല്ല. എത്രയും വേഗം ക്ഷേത്രം തയ്യാറാക്കാമെന്ന് നമ്മുടെ എല്ലാവരുടെയും അല്ലേ? കാരണം നമ്മളെല്ലാവരും ശിവന്റെ മക്കളാണ്. ശിവൻ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. നമ്മുടെ ഈ ശരീരത്തിന് അച്ഛനും അമ്മയും ഉള്ളതുപോലെ ആത്മാവിന്റെ അച്ഛനും അമ്മയുമായി ശിവഭഗവാൻ. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന ക്ഷേത്രം ആരുടെയാണ്? നമ്മുടെ അച്ഛനും അമ്മയുമായ ശിവനുള്ള ആലയം. അപ്പോൾ ഭഗവാന്റെ ക്ഷേത്രം വേഗം റെഡിയായ നമ്മുടെയൊക്കെ വീടുകൾ അതേപോലെ വേഗം വരും. നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരുമക്കൾക്കും തലമുറകൾക്ക് വീടിനും അന്നത്തിനും ആരോഗ്യത്തിനും ഒരു കഷ്ടവും ഉണ്ടാകും. എല്ലാവരും ചേർന്ന് എന്ത് ചെയ്യുക? ഭഗവാന്റെ ക്ഷേത്രം വളരെ വേഗം ആ ശുഭസങ്കല്പത്തോടെ ഒന്ന് നോക്കൂ. സത്ഗുരുവാറാണ്, ശിവന്റെ ദിവസമാണ് വ്യാഴാഴ്ച, പുതുവർഷമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് ഇത്രയും ശ്രേഷ്ഠമായൊരു കാര്യം ചെയ്യാൻ പോവല്ലേ? അപ്പോൾ എല്ലാവരും ഈശ്വരനോട് ഭഗവാനോട് നന്ദി പറയുക. എന്തിന്? നമുക്ക് ഇങ്ങനെ ഒരു പുണ്യം ചെയ്യാനുള്ള അവസരം കിട്ടിയത്. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ശരീരവും മനസ്സും ധനവും കഴിവും സമയവും എല്ലാം ഒരു ശ്രേഷ്ഠ കാര്യത്തിന് ഉപയോഗിക്കാൻ പുതുവർഷത്തിൽ ഭഗവാൻ തന്നെ ഒരു പുതിയ പ്രോജക്റ്റ് വന്നിരിക്കുക അല്ലേ? ഇല്ലെങ്കിൽ കയ്യിലുള്ള പൈസയും സമയം എല്ലാം നമുക്ക് കഴിക്കാനും കുടിക്കാനും നമ്മൾ ചിലവാക്കില്ല. അപ്പം അതിൻ്റെ ഒരു ഭാഗം ആർക്കും കൂടി ചെയ്യാം. പരമേശ്വരന് ചെയ്താൽ ജന്മാന്തരം കഴിക്കാനും കുടിക്കാനും നമുക്ക് കിട്ടും. നമ്മുടെ പുണ്യത്തിൽ പോയി ശേഖരിച്ചിട്ട് ആ ശുഭസങ്കല്പത്തോടെ നമുക്ക് ശിലാന്യാസം ചെയ്യാം.